Trends in ecological succession. Ecological succession means establishment of life in a bare area, or it is the gradual and progressive replacement of live plant and animal communities in an area where already life exists. Ecological succession always follows a common trend with respect to certain ecological characteristics, productivity, and energy and nutrient cycle. Trends in ecological succession. Ecological succession എവിടെ നടന്നാലും ഏത് ടൈപ്പ് ആണെങ്കിലും അത് എപ്പോഴും യൂണിവേഴ്സലി ഒരു കോമൺ ട്രെൻഡാണ് എക്സിബിറ്റ് ചെയ്യുക. എക്കോസിസ്റ്റം ക്യാരക്ടറിസ്റ്റിക്സിൽ പല കാര്യങ്ങൾ എടുത്താലും ഇതെല്ലാം ഒരു കോമൺ പാറ്റേൺ അല്ലെങ്കിൽ കോമൺ ട്രെൻഡാണ് ഫോളോ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് വൺ, ഫുഡ് ചെയിൻസ്. ഇക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ സക്സഷൻ പ്രൊസീഡ് ചെയ്യുന്നതിനനുസരിച്ച് സിമ്പിളായിട്ടുള്ള ഫുഡ് ചെയിൻസ് റീപ്ലേസ് ചെയ്ത് മോർ ആൻഡ് മോർ കോംപ്ലക്സ് ഫുഡ് വെബ്സ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടും. ഫുഡ് ചെയിൻസ് എപ്പോഴാണ് കോംപ്ലിക്കേറ്റഡ് ആകുന്നത് അല്ലെങ്കിൽ ഫുഡ് വെബ് ആകുന്നത്? അവിടെ ടൈപ്പ് ഓഫ് ട്രോഫിക് ലെവൽസ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ഫുഡ്, ട്രോഫിക് ലെവൽ ഇൻക്രീസ് ചെയ്യുക, വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ഉണ്ടാവുക, അതൊക്കെ സംഭവിക്കുമ്പോഴാണ് ഫുഡ് വെബ് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആകുന്നത്. അപ്പോൾ സക്സഷൻ എവിടെ നടന്നാലും അത് ഫുഡ് ചെയിൻസ് സിമ്പിളിൽ നിന്നും കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡ് വെബ് ആയിട്ട് മാറും. ദെൻ റിലേറ്റീവ് സ്പീഷീസ് അബണ്ടൻസ്. റിലേറ്റീവ് സ്പീഷീസ് അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ ഓരോ സ്പീഷീസിനെയും റെപ്രസെന്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് എത്ര ഉണ്ടായിരിക്കും. ഈ സ്പീഷീസ് അബണ്ടൻസ് ഇനിഷ്യൽ സ്റ്റേജിൽ അത് വളരെ കൂടുതലായിരിക്കും അല്ലെങ്കിൽ ഹൈ ആണ്. പക്ഷെ സക്സഷൻ പ്രൊസീഡ് ചെയ്യുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റിയിലോട്ട് എത്തുന്നതിനനുസരിച്ച് ഈ സ്പീഷീസ് അബണ്ടൻസ് കുറഞ്ഞു വരും. ഇറ്റ് ബിക്കംസ് മോർ ആൻഡ് മോർ ലെസ് ടുവേർഡ്സ് ദി ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി. ക്ലൈമാക്സ് കമ്മ്യൂണിറ്റിയിൽ എത്തുമ്പോഴേക്കും ഈ സ്പീഷീസ് അബണ്ടൻസ് കുറയാൻ കാരണം പലതരത്തിലുള്ള സ്പീഷീസ്, ആദ്യമേ ഒരു സിംഗിൾ ടൈപ്പോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ടൈപ്പ് സ്പീഷീസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ കോമ്പറ്റീഷൻ കുറവായിരിക്കും. ദെൻ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് വരുന്നതിനനുസരിച്ച് കൂടുതൽ ആനിമൽസ് അതിൻ്റെ അകത്തോട്ട് ഇൻവോൾവ് ചെയ്യും. അപ്പോൾ കോമ്പറ്റീഷൻ ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ ഓരോ സ്പീഷീസിൻ്റെയും നമ്പർ ലിമിറ്റ് ചെയ്യും. പകരം സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഇൻക്രീസ് ചെയ്യും. പക്ഷേ സ്പീഷീസ് അബണ്ടൻസ് കുറയും. അതായത് ഇനിഷ്യൽ സ്റ്റേജിൽ സ്പീഷീസ് അബണ്ടൻസ് കൂടുതലാണ്, പക്ഷേ ക്ലൈമാക്സ് സ്റ്റേജിലനുസരിച്ച് അത് സ്പീഷീസ് അബണ്ടൻസ് കുറയും. അപ്പോൾ ഒരു ഡിക്രീസിങ് മോഡാണ് റിലേറ്റീവ് സ്പീഷീസ് അബണ്ടൻസ് കാണിക്കുന്നത്. ദെൻ ടോട്ടൽ ബയോമാസ് എവിടെയാണെങ്കിലും ഇൻക്രീസിങ് ട്രെൻഡ് ആയിരിക്കും. കാരണം പൈനിയർ സ്പീഷീസ് എല്ലാം തന്നെ വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള സ്മോൾ സൈസ്ഡ് ആയിട്ടുള്ള ബയോമാസ് വളരെ കുറവായിട്ടുള്ള മെമ്പേഴ്സാണ്. ഇതിനെ റീപ്ലേസ് ചെയ്ത് ലാർജ് മോർ കോംപ്ലിക്കേറ്റഡ് ഓർഗാനിസംസ് വരുന്നതിനനുസരിച്ച് സ്വാഭാവികമായിട്ടും ബയോമാസ് ഇൻക്രീസ് ചെയ്യും. അത് എല്ലാ സക്സഷൻ ടൈപ്പിലും അങ്ങനെ തന്നെയായിരിക്കും. ദെൻ നെക്സ്റ്റ് ഹ്യൂമസ്. ബയോമാസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഹ്യൂമസ് മീൻസ് ഈ ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസത്തിന്റെ ഡെത്ത് സംഭവിക്കുമ്പോൾ അതിൻ്റെ ബോഡി പാർട്സ് എല്ലാം ഡീകേ ചെയ്തുണ്ടാകുന്ന നോൺ ലിവിങ് ഓർഗാനിക് മാറ്റർ. അപ്പോൾ ബയോമാസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് സ്വാഭാവികമായിട്ടും അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടുള്ള ഹ്യൂമസും ഇൻക്രീസ് ചെയ്യും. ദെൻ സ്പീഷീസ് ഡൈവേഴ്സിറ്റി. സ്പീഷീസ് അബണ്ടൻസിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് ഒരു ഇൻക്രീസിങ് മോഡായിരിക്കും കാണിക്കുക. സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഇനിഷ്യൽ സ്റ്റേജിൽ വളരെ കുറവായിരിക്കും. പക്ഷേ ഇത് മോർ ആൻഡ് മോർ ഹയർ സ്റ്റേജിലോട്ട് പോകുന്നതിനനുസരിച്ച് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഇൻക്രീസ് ചെയ്യും. ഫൈനൽ സ്റ്റേജിൽ എത്തുമ്പോഴേക്കും അത് മാക്സിമം സ്പീഷീസ് ഡൈവേഴ്സിറ്റി ക്ലൈമാക്സ് കണ്ടീഷനിലെത്തുമ്പോൾ മാക്സിമം ആയിരിക്കും. ദെൻ പ്രൊഡക്ടിവിറ്റിയെ കൺസിഡർ ചെയ്താൽ ഗ്രോസ് പ്രൊഡക്ടിവിറ്റി ഒരു ഡിക്രീസിംഗ് മോഡാണ് കാണിക്കുക. ഇൻക്രീസിംഗ് ഡ്യൂറിംഗ് ഏർലി സ്റ്റേജസ് ഓഫ് പ്രൈമറി സക്സഷൻ, then little or no increase during the final stage of secondary succession. Gross productivity initial സ്റ്റേജിൽ ഇൻക്രീസ് ചെയ്യുന്നത് കാരണം അവിടെ ന്യൂട്രിയൻസ് എല്ലാം വളരെ കൂടുതലാണ്. അവിടെ ഒരു ലിമിറ്റിംഗ് ഫാക്ടർ ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ എല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് എല്ലാവർക്കും വെൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അല്ലെങ്കിൽ നന്നായിട്ട് ഫ്ലറിഷ് ചെയ്യാനുള്ളൊരു
സാഹചര്യം ഇനീഷ്യൽ സ്റ്റേജിലുണ്ട്. അപ്പോൾ അവിടെ ഗ്രോസ് പ്രൊഡക്ടിവിറ്റി കൂടുതലായിരിക്കും. പക്ഷെ കൂടുതൽ ഇൻഡിവിജ്വൽസ് വളരുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ പ്ലാന്റ്സിൽ തന്നെ കോമ്പറ്റീഷൻ, ന്യൂട്രിയൻസിന് വേണ്ടി, ലൈറ്റിന് വേണ്ടി, സ്പേസിന് വേണ്ടിയൊക്കെയുള്ള കോമ്പറ്റീഷൻ വരുന്നതിനനുസരിച്ച് അവിടെ പ്രൊഡക്ടിവിറ്റി കുറയും. അങ്ങനെ അതുകൊണ്ട് ഒരു ഡിക്രീസിങ് മോഡാണ് ഗ്രോസ് പ്രൊഡക്ടിവിറ്റി കാണിക്കുക. ദെൻ നെറ്റ് പ്രൊഡക്ടിവിറ്റി മീൻസ് ഗ്രോസ് പ്രൊഡക്ടിവിറ്റി മൈനസ് റെസ്പിറേഷൻ റേറ്റ്. അതാണ് നെറ്റ് പ്രൊഡക്ടിവിറ്റി. അപ്പോൾ കൂടുതൽ ഓർഗാനിസംസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് സ്വാഭാവികമായിട്ടും അതിന്റെ കൺസംഷൻ ഗ്രോസ് പ്രൊഡക്ടിവിറ്റിയിൽ നിന്നും കുറേയധികം കൺസ്യൂം ചെയ്യപ്പെടും. അപ്പോൾ നെറ്റ് പ്രൊഡക്ടിവിറ്റി ഒരു ഡിക്രീസിങ് മോഡാണ്. ദെൻ റെസ്പിറേഷൻ ഓർഗാനിക് മെറ്റീരിയൽ അല്ലെങ്കിൽ ഓർഗാനിസത്തിന്റെ, ആനിമൽസിന്റെ, പ്ലാന്റ്സ് ഡൈവേഴ്സിഫൈഡ് ആവുന്നതിനനുസരിച്ച് അങ്ങോട്ട് കൂടുതൽ ഓർഗാനിസംസ് അല്ലെങ്കിൽ ആനിമൽസും അട്രാക്റ്റഡ് ആവും. അപ്പോൾ സ്വാഭാവികമായിട്ടും റെസ്പിറേഷൻ വഴി അല്ലെങ്കിൽ കൺസംഷൻ വഴിയൊക്കെ നടക്കുന്ന റെസ്പിറേഷൻ റേറ്റ് കൂടുതലായിരിക്കും. ദെൻ മിനറൽ ആൻഡ് ന്യൂട്രിയൻ സൈക്കിൾസ്. ഈ മിനറൽ സൈക്കിൾസ് ബിക്കംസ് മോർ ക്ലോസ്ഡ് ഇൻ ലേറ്റർ സ്റ്റേജസ്. ഈ മിനറൽ സൈക്കിളിന്റെ മോർ ക്ലോസ്ഡ് ആൻഡ് ഓപ്പൺ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിൽ തന്നെ സൈക്ലിക് മാനറിൽ അതിൽ വേറെ ഒരു ലോസ് ഇല്ലാതെ വരുന്ന ഇൻപുട്ടും ഔട്ട്പുട്ട് ഒന്നും ഇല്ലാതെ ആ സൈക്കിളിൽ തന്നെ കിടന്ന് അല്ലെങ്കിൽ അതിലെ ലിവിങ് ആൻഡ് നോൺ ലിവിങ് കമ്പണൻസിന്റെ ഇടയിൽ തന്നെ അത് സൈക്കിൾ ചെയ്യുകയാണെങ്കിൽ, റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സൈക്ലിക് ആയിട്ടുള്ള മിനറൽ സൈക്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഒരു പക്ഷേ കിട്ടുന്ന മിനറൽസിനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാനുള്ള മെമ്പേഴ്സ് ഇല്ലാത്തപ്പം ഈ മിനറൽ സൈക്കിള് കംപ്ലീറ്റ് അല്ല, സൈക്ലിക് ആകണമെന്നില്ല, അത് ഓപ്പൺ ടൈപ്പായി പോകും. പക്ഷേ മോർ ആൻഡ് മോർ കോംപ്ലക്സ് ഇക്കോസിസ്റ്റം ആയി ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് ഈ മിനറൽസിനെ എല്ലാ രീതിയിലും യൂട്ടിലൈസ് ചെയ്യുന്ന പല മെമ്പേഴ്സ് അല്ലെങ്കിൽ പല ലെവലിലുള്ള ആനിമൽസും പ്ലാന്റ്സും ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഇത് ആദ്യം ഓപ്പൺ ടൈപ്പ്, ഇനിഷ്യൽ സ്റ്റേജിൽ ഓപ്പൺ ടൈപ്പിലായിരുന്ന മിനറൽ സൈക്കിള് പിന്നീട് ക്ലോസ്ഡ് ടൈപ്പിലോട്ടാകും. ദെൻ ന്യൂട്രിയൻ റീസൈക്ലിംഗ് അത് ഓൾസോ ഇൻക്രീസസ് ഇൻ ലേറ്റർ സ്റ്റേജസ്. കാരണം ന്യൂട്രിയൻസിന്റെ ഡീകമ്പോസേഴ്സും പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ് ഇങ്ങനെയുള്ള എല്ലാ ട്രോഫിക് ലെവലിലുള്ള ഓർഗാനിസംസും ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ ന്യൂട്രിയൻ റീസൈക്ലിങ്ങും റീസൈക്ലിങ് പെർഫെക്റ്റ് ആവും അല്ലെങ്കിൽ കംപ്ലീറ്റ് ആവും. ദെൻ പ്ലാന്റ്സ് ഓർ ആനിമൽസിൽ പൈനിയർ സ്പീഷീസ് ആണ് ഫസ്റ്റ്, നമ്മളിത് കണ്ടു കഴിഞ്ഞതാണ്. പൈനിയർ സ്പീഷീസ് ആണ് ഫസ്റ്റ് ഇൻവേഡ് ചെയ്യുന്നത്. അപ്പോൾ ഓർഗാനിസംസ് specifically adapted to colonize bare lifeless areas and begin an ecological community are defined as pioneer species. ഇവിടെ ഇത് പറയാൻ കാരണം പൈനിയർ സ്പീഷീസിന്റെ ഡെഫിനിഷൻ ഒക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. എങ്കിലും അവർക്ക് കുറച്ച് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് പൈനിയർ സ്പീഷീസ്. ഈ പൈനിയർ സ്പീഷീസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന എല്ലാവരും കോമൺ ആയിട്ട് കുറെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് പോസസ് ചെയ്യുന്നുണ്ട്. അവരുടെ ഫീച്ചേഴ്സ് ഒന്നാമത്തത് ദേ ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഹാർഷ് എൻവയോൺമെന്റ്സ്. വളരെ ഡ്രൈ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ വളരെ സലൈൻ നേച്ചറിലോ അല്ലെങ്കിൽ സാധാരണ ലൈഫിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിൽ പോലും സർവൈവ് ചെയ്യാൻ പറ്റുന്ന സ്പീഷീസുകളാണ് പൈനിയർ സ്പീഷീസ് ആയിട്ട് അറിയപ്പെടുന്നത്. ദേ ക്യാൻ ജെർമിനേറ്റ് ഇൻ വെറൈറ്റി ഓഫ് എൻവയോൺമെന്റ്സ്. ദെൻ ദേ ആർ സ്ട്രോങ് ലൈറ്റ് ഡിമാൻഡേഴ്സ്. ദേ റീച്ച് റിപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി വെരി ക്വിക്ലി. ഈ പറയപ്പെടുന്ന ക്യാരക്ടേഴ്സ് എല്ലാം, അതുപോലെ അതിന്റെ ഡിസ്പേഴ്സൽ റേറ്റ്, ദെൻ ദേ ക്യാൻ സർവൈവ് പ്രൊലോങ്ഡ് പീരീഡ്സ് ഓഫ് ഡോർമെൻസി. ഇതെല്ലാം സെൽഫ് എക്സ്പ്ലനറ്ററി ആണ് ഈ ടേംസ് എല്ലാം. അപ്പോൾ ഈ പറയപ്പെടുന്ന ഫീച്ചേഴ്സ് എല്ലാവുമാണ് ഒരു പൈനിയർ സ്പീഷീസിന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ. ഈ പറയപ്പെട്ട ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ ഇൻവേസീവ് സ്പീഷീസിന്റെയും കൂടി ക്വാളിറ്റീസ് ആണ്. ഇൻവേസീവ് സ്പീഷീസ് മീൻസ് എക്സോട്ടിക് സ്പീഷീസ്, നമ്മുടേതല്ലാതെ നമ്മളുടെ എക്കോസിസ്റ്റത്തിലോട്ട് പുതിയതായിട്ട് ഇൻവേഡ് ചെയ്യുന്ന സ്പീഷീസിനെയാണ് ഇൻവേസീവ് സ്പീഷീസ് എന്ന് വിളിക്കുക. ഇൻവേസീവ് സ്പീഷീസിനും പുതിയ ഒരു എക്കോസിസ്റ്റത്തിലോട്ട് വന്ന് സർവൈവ് ചെയ്യണമെങ്കിൽ, അവിടെ അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടണമെങ്കിൽ ഈ പറയപ്പെട്ട ക്യാരക്ടേഴ്സ് എല്ലാം അതിനും ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിനും ഉണ്ട്. അതുകൊണ്ടാണ് അതിന് ഇൻവേസീവ് സ്പീഷീസ് അല്ലെങ്കിൽ എക്സോട്ടിക് ആയിട്ടുള്ള സ്പീഷീസിനെ ഇവിടെ ഇത്രയും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നത്. ദെൻ ഈ പൈനിയർ സ്പീഷീസ് ആണ് ഈ സക്സഷന്റെ ഡയറക്ഷൻ ലീഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡയറക്ഷൻ ഡിസൈഡ് ചെയ്യുന്നത് പൈനിയർ സ്പീഷീസ് ആണ്. പക്ഷേ ഈ പൈനിയർ സ്പീഷീസ് അല്ല
അതിൻ്റെ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി ഏതാണെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അതായത് ഏത് ഡയറക്ഷനിൽ സക്സഷൻ പ്രൊസീഡ് ചെയ്യുന്നതിന് എന്നുള്ളതിന് ഒരു റോളുണ്ട് പൈനൂർ സ്പീഷീസിന്. പക്ഷെ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റിയെ ഡിറ്റർമിൻ ചെയ്യുന്നതിന് അതിന് വലിയ റോളില്ല. ദെൻ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എന്താണെന്ന് നമുക്കറിയാം. അതെങ്ങനെയൊക്കെ ഒറിജിനേറ്റ് ചെയ്യാം. 3 തിയറിയാണ് ഈ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റിയിലോട്ട് എത്തിക്കുന്നത്. മോണോക്ലൈമാക്സ് തിയറി, പോളിക്ലൈമാക്സ് തിയറി ആൻഡ് ക്ലൈമാക്സ് പാറ്റേൺ ഹൈപ്പോത്തിസിസ്. മോണോക്ലൈമാക്സ് തിയറി ക്ലെമന്റ് 20th സെഞ്ചുറിയിലെ ഒരു എക്കോളജിസ്റ്റ് ആയിട്ടുള്ള ക്ലെമന്റ് ആണ് ഇത് പ്രപ്പോസ് ചെയ്തത്. ദിസ് തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതുപോലെ ജനറേഷൻ ഓഫ് എ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി ഈസ് സോൾലി ദ കൺട്രോൾ ഓഫ് ദി ക്ലൈമറ്റ് ഓഫ് ദാറ്റ് റീജിയൻ. അതുകൊണ്ട് തന്നെ ഈ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി ആ ഭാഗത്തെ ഒരു ഇൻഡെക്സ് ആയിട്ട്, ക്ലൈമാറ്റിക് ഇൻഡെക്സ് ആയിട്ട് വേണേൽ നമുക്ക് കണക്കാക്കാം. ഇദ്ദേഹം ഇതിന് പറയുന്ന എക്സ്പ്ലനേഷൻ, ഒരു ഭാഗത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന ക്ലൈമറ്റ് കോമൺ ആയിരിക്കെ അവിടെ സർവൈവ് ചെയ്യുന്ന പ്ലാന്റ്സിന്റെയും അനിമൽസിന്റെയും അഡാപ്റ്റേഷൻസും റിക്വയർമെന്റ്സും ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ സറൗണ്ടിങ്സിനെ മോഡിഫൈ ചെയ്യുന്നത് ഒരേ ടൈപ്പ് അല്ലെങ്കിൽ സിമിലർ വേയിലായിരിക്കും മോഡിഫൈ ചെയ്യുക. അതിന്റെ ഫലമായി ഈച്ച് ക്ലൈമാറ്റിക് റീജിയൻ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റീസ് വേർ എ ഫ്യൂ സ്പെസിഫിക് സ്പീഷീസ് ആർ ഡോമിനന്റ് ഇൻ ദ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി. അപ്പോൾ ഒരു ക്ലൈമറ്റ് ആണ് ആ റീജിയനിലുള്ള ക്ലൈമാക്സ് കമ്മ്യൂണിറ്റിയെ ഡിസൈഡ് ചെയ്യുന്നത് എന്നുള്ള ഒരു ആർഗ്യുമെന്റ് ആണ് ഈ മോണോ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി തിയറി പറയുന്നത്. ദെൻ രണ്ടാമത്തത് പോളി ക്ലൈമാക്സ് തിയറി. ഈ തിയറി പ്രപ്പോസ് ചെയ്തത് ടാൻസ്ലിയാണ് ഇൻ 1935. നമ്മൾ ഇവിടെ പറയുന്നത് ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഏരിയയിൽ പ്രിവെയിൽ ചെയ്യുന്ന എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിന്റെ ഒരു ടോട്ടാലിറ്റി, എല്ലാത്തിനെയും കൂടി ചേർത്താണ് നമ്മളൊരു ക്ലൈമറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇദ്ദേഹത്തിന്റെ കൺസെപ്റ്റ് അനുസരിച്ച് ഓരോ ഫാക്ടേഴ്സിനും അല്ലെങ്കിൽ ഡിഫറെന്റ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസസ് സെപ്പറേറ്റ്ലി. ഓരോ ഫാക്ടേഴ്സും സെപ്പറേറ്റ് ആയിട്ടാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഡോമിനന്റ് ചെയ്യുന്ന ഫാക്ടർ ഏതാണോ അതായിരിക്കും ആ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റിയെ ഡിസൈഡ് ചെയ്യുക. ഇനി അത് ഏത് ഫാക്ടറാണ്, എൻവയോൺമെന്റൽ ഫാക്ടറാണ് ഡോമിനേറ്റ് ചെയ്യുന്നുള്ളത്, അതൊരു പ്യുവർ മാറ്റർ ഓഫ് ചാൻസ് ആണ്. അത് ചിലപ്പോൾ ടെമ്പറേച്ചർ ആവാം, ചിലപ്പോൾ മോയ്സ്ചർ ആവാം. അങ്ങനെ ഒരു ക്ലൈമറ്റ് ആ സച്ച് അല്ല, പല എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും ഇൻഡിവിജ്വലി ആയിട്ടാണ് അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ദർ ഈസ് എ പർട്ടിക്കുലർ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി ഫോർ എ റീജിയൻ കോൾഡ് ക്ലൈമാറ്റിക് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി. ഇങ്ങനെ ആണെങ്കിൽ കൂടി ഇവിടെയും പല ഫാക്ടേഴ്സിനാണ് ഇൻഡിപെൻഡന്റ് റോൾ ഉള്ളത്. അതിൽ ഡോമിനന്റ് ആയിട്ടുള്ള ഫാക്ടർ ആയിരിക്കും അവിടുത്തെ കമ്മ്യൂണിറ്റിയെ ഡിസൈഡ് ചെയ്യുക. എങ്കിലും ആ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു പെർമനന്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി അല്ല. അതർ ഫാക്ടേഴ്സ് ക്യാൻ പ്രിവെന്റ് ദ കമ്മ്യൂണിറ്റി ഫ്രം റീച്ചിങ് ദിസ് സ്റ്റേജ്. മറ്റു ഫാക്ടേഴ്സ് ഡോമിനന്റ് ആയി വന്നാൽ ഒരുപക്ഷെ ഈ കമ്മ്യൂണിറ്റിയെ മാറ്റിയിട്ട് വേറെ കമ്മ്യൂണിറ്റി ആവാം, അല്ലെങ്കിൽ മറ്റു ഫാക്ടേഴ്സിനും ഗ്രേറ്റ് റോൾ ഉണ്ട്. അതാണ് പോളി ക്ലൈമാക്സ് തിയറി. ദെൻ ലാസ്റ്റ് ക്ലൈമാക്സ് പാറ്റേൺ ഹൈപ്പോത്തിസിസ് ബൈ വിറ്റേക്കർ ഇൻ 1953. According to him, the climax community was controlled by all environmental factors equally. ഇതിനു മുമ്പ് പറഞ്ഞ ആള് പറഞ്ഞത് ഏതെങ്കിലും ഡോമിനേറ്റ് ചെയ്യുന്ന എൻവയോൺമെന്റൽ ഫാക്ടറിനാണ് റോൾ എന്നാണ്. പക്ഷെ വിറ്റേക്കറിന്റെ അഭിപ്രായത്തിൽ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി വാസ് കൺട്രോൾഡ് ബൈ ഓൾ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഈക്വലി. Therefore, no one climax is established in isolation. ഒരു ക്ലൈമാക്സ് അല്ല, a series of climax communities are established parallel to each other depending on the changing environmental gradients. Parallel ആയിട്ട് കുറേയധികം കമ്മ്യൂണിറ്റീസ് ഡെവലപ്പ് ചെയ്തു വരാം. Then significance of ecological succession. It is a very important form of growth and development of an ecosystem. It allows new areas to be colonized and damaged ecosystems to be recolonized. അതായത് പുതിയതുണ്ടായി വരുന്നത് മാത്രമല്ല, പഴയതിനെ റീപ്ലേസ് ചെയ്യുന്നതിനും പുതിയത് വരുന്നതിനും ഇത് കാരണമാകും. ഈ സക്സഷൻ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മളുടെ എർത്തും ഒരു മാസിനെ പോലെ ലൈഫ് ലെസ് ആയിട്ട് അപ്പിയർ ചെയ്തേനെ. ലൈഫ് ലെസ് മീൻസ് ഇത്രയും ഡൈവേഴ്സിഫൈഡ് ലൈഫ് ഇല്ലാത്ത രീതിയിൽ. ദെൻ ഇക്കോളജിക്കൽ സക്സഷൻ ആണ് പ്രൊവൈഡ്സ് ഡൈവേഴ്സിറ്റി ആൻഡ് ഡെപ്ത് ടു എ ബയോട്ടിക് കമ്മ്യൂണിറ്റി. ഇതില്ലാതെ ലൈഫിന് ഗ്രോ ചെയ്യാനേ പ്രോഗ്രസ് ചെയ്യാനും പറ്റില്ല. ദെൻ എവല്യൂഷൻ പോലും കാരണമാവുന്നത് സക്സഷൻ കൊണ്ടാണ്. അക്കോർഡിംഗ് ടു എൽട്ടൺ, succession of communities plays an important part in the slow dispersal of animals.
അപ്പോൾ ഇതിന് സക്സഷന് ഗ്രേറ്റ് റോൾ ഇൻ ഡെൻസിറ്റി ഓഫ് ആനിമൽ ആൻഡ് പ്ലാന്റ്